മുസ്ലിമായി എന്ന കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് അഭിമാനിക്കണം. കാരണം ഈ ദീനിലൊരു ന്യൂനതല്ല, ഈ ദീനിൽ നിന്ന് എടുത്തു ഒഴിവാക്കേണ്ട ഒരു നിയമമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മളിലേക്ക് എത്തിയ വഴികളെ പറ്റിയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അബ്ബാസിയ ഭരണാധികാരി ഹാറൂൺ റഷീദിന്റെ കാലത്ത് ഒരു സിദ്ദീഖിനെ കൊണ്ടുവന്നു മുമ്പിലേക്ക്. ദീനിന്റെ ശത്രുവാണ് അയാൾ, മുസ്ലിങ്ങളുടെ ശത്രുവാണ് അയാൾ. അയാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഉമ്മത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അയാളെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. തന്നെ കൊല്ലാൻ തീരുമാനിച്ച ഖലീഫയോട് ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഞാൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയ 2000 ഹദീസുകൾ നിങ്ങൾ എന്ത് ചെയ്യും? നബിന്റെ പേരിൽ ഞാൻ കെട്ടി ചമച്ചുണ്ടാക്കിയ 2000 ഹദീസുകളുണ്ട്, അത് നിങ്ങൾ എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കും? ഒരു കൂസലുമില്ലാതെ അബ്ബാസിയ ഭരണാധികാരി ഖലീഫ ഹാറൂൺ റഷീദ് പറയുന്നുണ്ട്, അബൂ ഇസ്ഹാഖ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ, ഏതാണ് കള്ള ഹദീസ് ഏതാണ് സ്വീകാര്യോഗ്യമായ ഹദീസ് ഞങ്ങൾക്ക് വേർതിരിച്ചറിയാൻ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസമില്ല. അങ്ങനെ കുറച്ച് മനുഷ്യന്മാരെ കൊണ്ട് അള്ളാഹു സംരക്ഷിച്ച ദീനാണിത്. ഒരു ഹദീസ് സ്വഹീഹാകണമെങ്കിൽ അതിന് എന്തൊക്കെ നിബന്ധനകളുണ്ട്, എന്തൊക്കെ കടമ്പകൾ കടന്നിട്ടാണ് ഒരു ഹദീസ് സ്വഹീഹാണ് എന്ന വിധി എഴുതുന്നത്. പ്രിയപ്പെട്ടവരെ, ഉസൂൽ ഹദീസ് ഒക്കെ പഠിക്കുമ്പോൾ, ഹദീസ് നിദാന ശാസ്ത്രമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഈമാൻ കൂടും. ഈ ദീനിന്റെ നിയമങ്ങളും ഈ ദീനിന്റെ വഹയും വന്ന വഴികൾ അത്ര സുരക്ഷിതമാണ്. അള്ളാഹു ഈ ദീനിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതുകൊണ്ട് അഭിമാനിക്കുക. ഈ ദീനിലുള്ള ഒരു നിയമം, അതിലൊരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ ഒരാൾക്കും പറ്റൂല.